ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കാർഷികവും കാർഷികേതരവുമായ വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ പച്ചക്കറി തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ അടിപൊളിയായിട്ടുള്ള ചെയ്തിട്ടുള്ള പച്ചക്കറി തോട്ടത്തിന്റെ വിശദ വിവരങ്ങൾ നമ്മൾക്കൊന്ന് അവരോട് ചോദിച്ചറിയാം. ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ KN കാർത്തികേയൻ സാർ അവരോട് നമുക്ക് വിശദമായിട്ടൊന്ന് ചോദിക്കാം. സാർ, എങ്ങനെയാണ് ഈ പച്ചക്കറി കൃഷി വളരെ വിപുലമായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താണ്? അപ്പൊ ഇതിന്റെ വിപണന സാധ്യതകൾ അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ KN കാർത്തികേയൻ, കഞ്ഞിക്കുഴി 1558 സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. കഞ്ഞിക്കുഴിയിലെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി കർഷകർ ഈ മേഖലയിൽ കഴിഞ്ഞ ദീർഘകാലമായി അതിനകത്ത് പ്രവർത്തിച്ചു വരികയാണ്. 2014 ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൃത്യമായി വിപണനം ചെയ്യുന്നതിനുള്ള സാധ്യത പൊതുവെ ബുദ്ധിമുട്ടായപ്പോൾ കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് ആ മേഖലയിലേക്ക് ഇടപെടുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ കർഷകരെയെല്ലാം കൂട്ടിയോജിപ്പിക്കുകയും അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് നമ്മുടെ പട്ടണ പ്രദേശങ്ങളിലടക്കമുള്ള മേഖലകളിൽ കൊണ്ടുപോയി വിറ്റ് അവർക്ക് ന്യായമായ വില ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഇത്തരമൊരു സ്ഥിതിയിലേക്ക് കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് ചിന്തിക്കാനിടയായത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന പച്ചക്കറികൾ വലിയ രൂപത്തിലുള്ള വിഷലിപ്തമാണെന്നുള്ള ധാരണ പൊതുവെ ജനങ്ങൾക്കുണ്ട്. അതിലൂടെ ഒട്ടനവധി രോഗങ്ങൾക്ക് അവർ വിധേയരാകുന്നു എന്നുള്ള ആശങ്കയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഞ്ഞിക്കുഴിയിൽ ഒരു ജൈവ പച്ചക്കറി കൃഷി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ആ രംഗത്തേക്ക് കടന്നു വരാനിടയായത്. ഒട്ടനവധി പ്രതിസന്ധികൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കഞ്ഞിക്കുഴിയിലെ വലിയ ഒരു വിഭാഗം ചെറുപ്പക്കാരടക്കം പച്ചക്കറിയും പൂവും മറ്റിതര കൃഷി രീതികളിലൊക്കെ കടന്നു വരുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങേയറ്റം അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഏറെ പ്രയാസകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് വലിയൊരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് ഈ മേഖലയിൽ നല്ല രീതിയിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് നേരിട്ട് നടത്തിക്കുന്ന പച്ചക്കറി തോട്ടത്തിലാണ്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ സഹകരണ ബാങ്കുകളും ഈ പച്ചക്കറി ഉൽപ്പാദനത്തിലേക്ക് വരണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായി. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഇത് ആലോചിച്ച് ഞങ്ങൾ നമ്മുടെ എറണാകുളത്തുള്ള കൈരളി ഡൈനൻസ് അദ്ദേഹത്തിൻ്റെതാണ് ഈ ഭൂമി. 6 ഏക്കർ ഭൂമിയാണിതുള്ളത്. അദ്ദേഹത്തെ ഞങ്ങൾ പോയി സമീപിച്ചു. ഞങ്ങളെ ഈ കാര്യത്തിൽ ഒന്ന് സഹായിക്കാൻ തയ്യാറാവണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് തയ്യാറാവുകയാണ് ചെയ്തത്. ഇപ്പം ഞങ്ങൾക്ക് ഈ ഭൂമി മുഴുവൻ വിട്ടു തന്നിരിക്കുക. നിങ്ങൾക്ക് ആവശ്യം പോലെ പച്ചക്കറി കൃഷി ചെയ്യാമെന്നും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണാ സഹായവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സാർ, ഇത് എങ്ങനെ വിൽപ്പന ഇതിൻ്റെ വിപണന സാധ്യത എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഇപ്പം ഞങ്ങൾ കഞ്ഞിക്കുഴി സഹകരണ ബാങ്കിന് ഇപ്പോൾ നബാർഡിൻ്റെ ധനസഹായത്തോടു കൂടി ഞങ്ങൾ ഒരു വാഹനം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ വലിയ ബോർഡ് ജൈവ പച്ചക്കറി എന്നൊക്കെ ബോർഡ് വെച്ച് ഞങ്ങൾ ഈ കർഷകരുടെ അടുക്കൽ നിന്നും ഞങ്ങളുടേതുമായിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് പട്ടണ പ്രദേശങ്ങളിലടക്കം വിൽക്കുന്നതിനുള്ള വലിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ വില നിശ്ചയിക്കണം? മറ്റ് ഓപ്പൺ മാർക്കറ്റിലും നിങ്ങളുടെ സൊസൈറ്റിയുടെ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ടുള്ള വില വ്യത്യാസം എങ്ങനെയാണ്? അത് കൂടുതലാണോ അതോ കുറവാണോ? ഓപ്പൺ മാർക്കറ്റിലെ വിലയേക്കാൾ അല്പം കൂടുതലാണ്. ഞങ്ങൾ കൂടുതലാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഞ്ഞിക്കുഴി ഗ്രാമം എന്ന് പറയുന്നത് ഈ ഭൂമി സ്വന്തമായി ഫലഭൂയിഷ്ടമല്ല. അതെല്ലാവർക്കും അറിയാവുന്ന സിലിക്ക മണലാണ്. ഇതിൽ നമ്മൾ വളവും വെള്ളവും കൃത്യമായ പരിചരണങ്ങളും കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു വിളവ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇത് ഇപ്പൊ പിന്നെ നമ്മുടെ കീടനാശിനികൾ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നു? ഞങ്ങൾ കീടനാശിനി ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനി. വളം ഉപയോഗിക്കുന്നതോ? വളം ഉപയോഗിക്കുന്ന ജൈവ വളങ്ങൾ തന്നെയാണ്. ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിനെ സഹായിക്കാനായിട്ട് ഈ ബാങ്കിന്റെ മറ്റ് സ്റ്റാഫുകൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങളുടെ മുഴുവൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ മുഴുവൻ സ്റ്റാഫും ഊഴം വെച്ച് ഈ പച്ചക്കറി ശേഖരിക്കുകയും അത് വിപണനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾ ദിവസവും ഞങ്ങളുടെ ഉള്ള ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച്
ജനങ്ങളിലേക്ക് എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിനടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ഓർഡർ ലഭിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള പ്രശ്നം, ഇവിടെ വിവിധങ്ങളായിട്ടുള്ള വീടുകളിലും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കർഷകരും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് അവർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. അതിന് വിപണനത്തിനുള്ള സാധ്യത പലപ്പോഴും വിരളമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വാഹനം ഉപയോഗിച്ച് അവരുടെ എല്ലാം ഓരോ വാർഡിലെ ഓരോ പ്രത്യേക കേന്ദ്രത്തിൽ ഈ വാഹനം എത്തി ഈ കർഷകരിൽ നിന്ന് ഇത് സമാഹരിച്ച് ഈ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനുള്ള പരിശ്രമമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഈ സംസ്ഥാനത്തിനകപ്പ ആകെയുള്ള ഒരു മാതൃകയാണ് എന്തായാലും നിങ്ങളുടെ ഈ കൃഷി. വിദേശത്ത് നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ കൃഷിയെക്കുറിച്ച് പഠിക്കാനും നിങ്ങളുടെ ബാങ്കിന്റെ ഈ വികസന പ്രവർത്തനങ്ങൾ കാണുവാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ സാർ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു പൊതു സംരംഭം എന്നുള്ള നിലയിലും ജനങ്ങളേറെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഒട്ടനവധി ആൾക്കാർ പ്രദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി ഈ മേഖലയിലേക്ക് കടന്നു വരികയും അവർ കാണുകയും ഇതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ദീർഘകാലമായിട്ടുള്ളതാണ്. ഇതിനെല്ലാം നമുക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കഞ്ഞിക്കുഴി കൃഷിഭവന്റെയും വളരെ ശക്തമായിട്ടുള്ള പിന്തുണ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷിഭവന്റെ സഹായങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. അവരെ ഇതിനാവശ്യമായിട്ടുള്ള അവര് എല്ലാ കാലഘട്ടത്തിലും കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാർഷിക ഗ്രാമം എന്നുള്ള നിലയിൽ ആദ്യം മുതൽ തന്നെ ഇതിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർ, വിശ്വസാർ അടക്കമുള്ള മഹാരഥന്മാർ ഒട്ടനവധി, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, പി സ്വാതന്ത്ര്യന്റെ കാലത്ത് തുടങ്ങി വെച്ച ഈ പദ്ധതികളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആ പരിശ്രമങ്ങളുടെ ഒരു വലിയ വിജയമാണ് നമ്മൾ ഇന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കൃഷിഭവനും കൃഷി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നല്ല ഹെൽപ്പാണ്, വലിയ സഹായമാണ്. എന്തായാലും കാർഷിക മേഖലയിലും സഹകരണ മേഖലയിലും ഇപ്പൊ ഈ സഹകരണ മേഖല കുറച്ച് തകർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ. അപ്പൊ അതിനൊരു മുതൽക്കൂട്ട് ഇതുപോലുള്ള കൃഷികൾ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ഈ സഹകരണ മേഖല കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് സാറിന്റെ ഒരു ഐഡിയ അല്ലേ? തീർച്ചയായിട്ടും ഈ മേഖലയിൽ നമ്മളുടെ മുഴുവൻ ജനങ്ങളും കടന്നു വരണമെന്നുള്ളതാണ്. വലിയ രൂപത്തിലുള്ള ഒരു സമ്പത്ത് നമുക്ക് സാധ്യമായിരിക്കെ നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊരു കൂട്ടായ പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്ത, പച്ചക്കറിയും പാലും ഒക്കെ ഉള്ള കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത്തിലേക്ക് വരാൻ കഴിയും. അപ്പോൾ കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് കാർഷിക മേഖലയിലെ കാർഷിക വായ്പകൾ, കൃഷി KYC ലോൺ അടക്കം കൊടുക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് വലിയ രൂപത്തിൽ ഇടപെടാനാണ് നമ്മളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. കുറെ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും ഗവൺമെന്റിനെ സമീപിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം സഹായകരമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. എന്തായാലും നമ്മുടെ മന്ത്രിയൊക്കെ വളരെ സഹകരണങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഞങ്ങളുടെ MLA കൂടിയാണ്. തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ ശക്തമായ ഇടപെടലാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഞങ്ങളുടെ MLA സംബന്ധിച്ചിടത്തോളം കൃഷി മന്ത്രി എന്നുള്ളതിന് വരിയായിട്ട് ഈ ജനങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്നതിനും ഈ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് കഴിയാവുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്യുക. അതിൽ ഞങ്ങൾക്ക് വളരെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിനന്ദനം ഉണ്ടെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ബോധ്യപ്പെടും. അപ്പൊ എന്തായാലും ഇത് എല്ലാവർക്കും ഒരു സഹകരണ മേഖലയ്ക്കും കാർഷിക മേഖലയിലേക്കും കാർഷികേതര മേഖലയിലേക്കും വളരെ മുതൽക്കൂട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് മാധ്യമങ്ങളുടെ സഹായം കൂടി വേണ്ടതുണ്ട്. കേവലമായി ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ജനങ്ങളിൽ എത്തില്ല. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് പ്രോത്സാഹിപ്പിക്കാൻ മാധ്യമങ്ങൾ കൂടി മുൻകൈ എടുത്താൽ ഈ കേരളത്തിന് പ്രത്യേകമായ ഒരു സ്ഥിതി ഉണ്ടാവുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ മാധ്യമങ്ങൾ സഹായിച്ചിട്ടുണ്ട്, പണ്ടും സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയും. ഓക്കെ സാർ, താങ്ക് യു. ബാങ്കിന്റെ ബോർഡ് മെമ്പർ അദ്ദേഹത്തോട് നമുക്കൊന്ന് വിശദീകരണം ചോദിക്കാം. എങ്ങനെയാണ് നമ്മുടെ ഇത് മുന്നോട്ട് പോകുന്ന അതായത് നമ്മുടെ നാട്ടിൻപുറത്തെ ജൈവ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ അതിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഒരു മാതൃകയാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് മാറി. ഏതാണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറെ അധികം കൂട്ടായ്മകൾ നടത്തുന്ന കുറെ കർഷകരെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അവരുടെ വിഭവങ്ങൾ
ചെറിയ രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ വിപുലമായ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഒരു പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. നിങ്ങളിപ്പോ ഇവിടെ പിന്നെ സൊസൈറ്റിയിൽ ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരു 10 വർഷത്തിലധികമായിട്ടുണ്ടോ അല്ലെ? ജൈവ ഉൽപ്പന്നങ്ങൾ വിറ്റ് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ്? പൊതുവെ നമുക്ക് പറയാം, നമ്മുടെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി അതുപോലുള്ള സാധനങ്ങൾ ഭക്ഷ്യയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളികൾ പ്രത്യേകിച്ച് മുൻഗണന നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ മേൽക്കൈയും എടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് വെച്ചിരിക്കും. കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു കൃഷി ഗ്രാമമാണ്. ആ ഗ്രാമവുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലേക്ക് ഈ ഒരു വിപണനം സാധ്യത കണ്ടെത്തിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ ബാങ്കിന്റെ കീഴിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ശരി സാറേ, എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന അവാർഡ് കർഷകൻ ശ്രീ ശുഭകേശന്റെ ഒരു മേൽനോട്ടമൊക്കെ നമ്മുടെ ഈ കൃഷിയിൽ ഉണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് ഈ കൃഷിയിടത്തിൽ വരാറുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.